KS എക്സാമിനെ വളരെ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരെയും ഡൗട്ടായിരിക്കും, ഞാൻ എത്ര ആൾക്കാരോടാണ് ഏറ്റുമുട്ടാൻ പോകുന്നത് എന്നുള്ളത്, അഥവാ എത്ര അപ്ലിക്കൻസ് ഈ ഒരു എക്സാമിൽ ഉണ്ടാകും എന്നുള്ളത്. ഇവിടെ കഴിഞ്ഞ KS എക്സാമിൻ്റെ ഹിസ്റ്ററി നമുക്കൊന്ന് പരിശോധിക്കാം. 5.7 ലക്ഷം ആൾക്കാരാണ് കഴിഞ്ഞ തവണ KS എക്സാമിന് അപ്ലിക്കേഷൻ നൽകിയിട്ടുള്ളത്. അതിൽ പ്രിലിമിനറി എക്സാം കഴിഞ്ഞ് മെയിൻസിലോട്ട് എത്തിയത് എത്ര ആൾക്കാരാണെന്ന് നിങ്ങൾക്കറിയോ? അവിടെ സ്ട്രീം 1-ൽ ക്വാളിഫൈ ചെയ്തത് 2126 പേരാണെങ്കിൽ സ്ട്രീം 2-ൽ ഇത് 1018 പേരും സ്ട്രീം 3-ൽ 604 പേരുമാണ് അടുത്ത ഘട്ടത്തിലോട്ട് എത്തിയത്. എന്നാൽ ഇതിനുശേഷം ഇൻ്റർവ്യൂ ഘട്ടത്തിലോട്ട്, മെയിൻസും കഴിഞ്ഞ് ഇൻ്റർവ്യൂ ഘട്ടത്തിലോട്ട് എത്തിയത് 68 പേര് സ്ട്രീം 1-ലും 70 പേര് സ്ട്രീം 2-ലും 71 പേര് സ്ട്രീം 3-ലുമാണ്. എന്നാൽ ഇൻ്റർവ്യൂ ഘട്ടവും കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ്, ഞാൻ പറയുന്ന റാങ്ക് ലിസ്റ്റിൻ്റെ മെയിൻ ലിസ്റ്റ് മാത്രമാണ്, മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടത് സ്ട്രീം 1-ൽ 68 പേരും സ്ട്രീം 2-ൽ 70 പേരും സ്ട്രീം 3-ൽ 69 പേരുമാണ്. ഇവരിൽ നിന്നും അഡ്വൈസ് പോയത്, അതായത് ജോലിക്കായി KS എന്ന ആ സ്വപ്ന ജോലിക്കായി അഡ്വൈസ് പോയത് സ്ട്രീം 1-ൽ 37 പേർക്കും സ്ട്രീം 2-ൽ 35 പേർക്കും സ്ട്രീം 3-ൽ 36 പേർക്കുമാണ്. അപ്പോൾ ഇങ്ങനെ മൊത്തം ഒരു 105ഓളം മാർക്കാണ് കഴിഞ്ഞ തവണ എന്ത് ചെയ്ത് അഡ്വൈസ് പോയത്, അല്ലെങ്കിൽ ജോലിയിലോട്ട് പ്രവേശിക്കപ്പെട്ടത്. ഇത്തവണ ഈ ഒരു KS എക്സാം നടക്കുന്ന സമയത്ത് എല്ലാ ഘട്ടവും കഴിഞ്ഞുകൊണ്ട് അഡ്വൈസ് ലിസ്റ്റിലോട്ട് നിങ്ങളും എത്തണമെങ്കിൽ ശക്തമായ കോമ്പറ്റീഷൻ നമ്മൾ നേടേണ്ടതുണ്ട്. നമ്മൾ സെക്രട്ടറി അസിസ്റ്റൻ്റ് ആപ്ലിക്കേഷൻ നോക്കുന്ന സമയത്ത് 4.5 ലക്ഷത്തോളം ആൾക്കാരാണ് സെക്രട്ടറി അസിസ്റ്റൻ്റ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. കമ്പയറിംഗ് ലാസ്റ്റ് എക്സാമുകൾ ഒരു 50,000-ഓളം കുറവുണ്ടെങ്കിൽ പോലും KS എക്സാമിനും നിങ്ങൾക്കൊരു 5 ലക്ഷത്തോളം എതിരാളികളെ അല്ലെങ്കിൽ കോ അപ്ലിക്കൻസിനെ പ്രതീക്ഷിക്കാം. അത് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഇന്ന് മുതൽ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു.